നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമാധാന ശ്രമത്തിന് തിരിച്ചടി. എടത്തിരുത്തിയിൽ വീണ്ടും വീടാക്രമണം. CPM പ്രവർത്തകൻ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂരിൽ മണൽവാരൽ കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ്. വാർത്തകൾ വിശദമായി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും വീടാക്രമണം. MLA VS സുനിൽകുമാർ വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിന് തൊട്ടു പിന്നാലെ BJP പ്രവർത്തകൻ കള്ളാശ്ശേരി സുജിത്തിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. പുളിഞ്ചോട് ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഇയാളുടെ വീട് എടത്തിരുത്തി കനാൽ പരിസരത്താണ്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയുണ്ടായ കല്ലേറിൽ വീടിന്റെ ജനൽപ്പാളികൾ പൂർണ്ണമായി തകർന്നു. CPM കാരനായിരുന്ന ഇയാൾ അടുത്ത കാലത്താണ് BJPയിൽ ചേർന്നത്. കഴിഞ്ഞ ദിവസം പുളിഞ്ചോട് സെന്ററിലെ BMSന്റെ കൊടിമരവും പിഴുതുമാറ്റിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുമ്പളപ്പറമ്പ് വാഴപ്പുള്ളി ശശിയെ കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ വാച്ച്മാനായ ശശിയെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മർദ്ദനം. മർദ്ദിച്ചത് CPM നേതാക്കളാണെന്ന് ആരോപണം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന CPM നേതാക്കളെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്തതാണെന്ന് CPM നേതൃത്വം. ഗുരുവായൂർ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആറ്റുപറമ്പത്ത് ട്രാവൽസിലെ ഡ്രൈവർ ഏങ്ങണ്ടിയൂർ സ്വദേശി നെടുമാട്ടുമ്മൽ സുരേഷിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM മേത്തല ലോക്കൽ സെക്രട്ടറി KS കൈസാബ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് EN നവാസ് എന്നിവരാണ് തന്നെ മർദ്ദിച്ചതെന്ന് സുരേഷ് പറഞ്ഞു. എറണാകുളത്ത് നിന്നും യാത്രക്കാരുമായി ഗുരുവായൂരിലേക്ക് പോകുന്നതിനിടയിൽ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന് സമീപം വെച്ച് ബസ് ഡ്രൈവറും 2 വീലർ യാത്രക്കാരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് ബസ് തെക്കേനടയിൽ യാത്രക്കാരെ ഇറക്കുന്നതിനിടയിലാണ് വാക്കേറ്റവും മർദ്ദനവും ഉണ്ടായത്. മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന CPM നേതാക്കളെ അപകടത്തിൽപ്പെടുത്താൻ ബസ് ഡ്രൈവർ ശ്രമിച്ചുവെന്നും ഈ സംഭവം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് CPMന്റെ നിലപാട്. കയ്പമംഗലം GMLP സ്കൂൾ വാർഷികവും അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെയും LCD പ്രൊജക്ടറിന്റെയും പ്രവർത്തനോദ്ഘാടനവും നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ വീണ സുരേന്ദ്രനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ആ സ്കൂളിന് വഴി ശരിയാക്കുകയും അതിപ്പോ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് കറണ്ട് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും നമുക്ക് കൺസെന്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ SSIയുടെ ഫണ്ട് ഉപയോഗിച്ച് അടുത്ത് തന്നെ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണം കഴിയും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം നമുക്ക് അതിലേക്ക് പുതിയ സ്കൂളിലേക്ക് പഠനം നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അടുത്ത വാർഷികം നമുക്ക് ആ പുതിയ സ്കൂൾ കെട്ടിടത്തിൽ വെച്ച് നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഈ വാർഷികാഘോഷം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ കമ്പ്യൂട്ടറുകളുടെയും LCD പ്രൊജക്ടറിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് PK പുരുഷോത്തമൻ എൻഡോമെന്റ് വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PB താജുദ്ദീൻ, MM അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് VA മുജീബ് റഹ്മാൻ, പ്രധാനാധ്യാപിക VK സാജിദ എന്നിവർ സംസാരിച്ചു. ചളിങ്ങാട് GMLP സ്കൂൾ വാർഷികവും MLA അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു നിർവഹിച്ചു. നമ്മുടെ ഈ സ്കൂൾ വാർഷികം നമുക്കറിയാം, ഇന്നത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള സൗകര്യങ്ങൾ നമുക്ക് നിന്ന് തൊട്ടയൽവക്കത്ത് താമസിക്കുന്നവര് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നതിനുള്ള താല്പര്യമെടുക്കുന്നവരാണ്. പണ്ട് കാലത്ത് നമ്മൾ വളരെയധികം അകലേക്കാണ് സ്കൂളുകളിലേക്ക് നടന്നു പോയിട്ട് പഠിച്ചിരുന്നത്. അന്നും ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരുപാട് പേർ ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകരായിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാൽ മാത്രമല്ല അവര് അങ്ങനെയുള്ള ഉന്നതങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ എന്തോ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ അടുത്ത സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മുടെ അടുത്ത് തന്നെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടാനും അവിടെ ടീച്ചർമാരെ കണ്ട് സംസാരിക്കാനും എല്ലാത്തിനും നമുക്ക് സാഹചര്യം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളത് ഉപേക്ഷിച്ചുകൊണ്ട് അകലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തേടി പോവുകയാണ്. പക്ഷെ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പഠനത്തിന് അത് നല്ല രീതിയിലുള്ള പഠനം നമ്മളിന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. പഴയ കാലത്ത് കാണാപ്പാഠം പഠിച്ചിരുന്ന ഒരു രീതിയല്ലെന്ന് പ്രവർത്തനവും വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകുകയാണെന്ന്. ഇന്ന് പല കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് പല നല്ല പരിചയത്തോടു കൂടി എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല
ഒരു അറിവോട് കൂടിയിട്ടാണ് ഇന്നത്തെ പഠനം മുന്നോട്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഗഫൂർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി റാഫേൽ, മതിലകം BPO CA രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദമയന്തി ദാസൻ, PM അബ്ദുൾ മജീദ്, പ്രധാനാധ്യാപിക മേരി ഹെലൻ, PTA പ്രസിഡന്റ് ജമീല റഷീദ് എന്നിവർ സംസാരിച്ചു. മുൻ അധ്യാപകരെയും PTA പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിഞ്ഞനം ചക്കരപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതൻ വാർഷികാഘോഷം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടൊക്കെയോ വഴിതെറ്റിപ്പോകാനുള്ള സ്വാധീനത്തിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ 151ാം ജന്മദിനാഘോഷങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദന്റെ സന്ദേശങ്ങൾ ഇന്ന് ലോകം മുഴുവൻ ഈ തീനാളത്തിൽ വളർന്ന പ്രകാശം പോലെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗപീഠവും ഹാളും നേരിട്ട് കാണാൻ എനിക്ക് അവസരമുണ്ടായി. വിദ്യാലയ സമിതി രക്ഷാധികാരി ER കാർത്തികേയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭാരതി ദക്ഷിണ മേഖലാ സെക്രട്ടറിയും മുക്ത വിദ്യാ നാഷണൽ അവാർഡ് ജേതാവുമായ NCT രാജഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ NCT രാജഗോപാലിനെയും പ്രമുഖ കലാകാരനായ ഡാവിഞ്ചി സുരേഷിനെയും ആദരിച്ചു. NIOS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ ശ്രുതിമോൾ ER, സ്റ്റേറ്റ് കലാമേളയിൽ കേരള നടനത്തിനും ഭരതനാട്യത്തിനും A ഗ്രേഡ് നേടിയ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഭവ്യ C ഓമനക്കുട്ടൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലാമേളയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ അമൃതശ്രീ ഓമനക്കുട്ടൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഷികാഘോഷത്തിൽ സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റ് KP രാജീവൻ, ശ്രീരാമ സങ്കുൾ സംയോജക് ശ്രീ കർണൻ, മഹമൂദിയ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ KM അബ്ദുൾ റഷീദ്, വാർഡ് മെമ്പർമാരായ ഗീത മാധവൻ, CP ഉല്ലാസ്, ബിന്ദു രജിശങ്കർ, പ്രസിഡന്റ് ശ്യാം കരയാമട്ടത്ത് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന കഞ്ചാവ്, മയക്കുമരുന്ന് ചൂതാട്ടത്തിനെതിരെ പോലീസ് കർശന നടപടിയെടുക്കണമെന്നും 3 പീടികയിൽ മത്സ്യ മാർക്കറ്റിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കയ്പമംഗലം സോഷ്യലിസ്റ്റ് ജനത പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് മുഹമ്മദ് തിണ്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് VR ഉല്ലാസിന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയിലെത്തിയ 30ഓളം പേർക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ മെമ്പർഷിപ്പ് നൽകി. ഇനിയൊരു ഇടവേള.